വൈബ് ആർട്ടിസ്റ്റ് മിയ ചേച്ചിയാണ്. മിയ ചേച്ചിയോ? മിയ. എല്ലാരും ഫണ്ണ് വൈബാണ്, അങ്ങനെ പ്രത്യേകിച്ച് ഒരാളൊന്നുമില്ല, എല്ലാരും ഫണ്ണാണ്. എല്ലാരും ഫണ്ണാണ്. എന്നാലും ഏറ്റവും ഫണ്ണാരാ? മിയ നല്ല ഫണ്ണാണ്. നന്ദ പുതിയ നന്ദ ഫണ്ണാണല്ലോ. കുറച്ച് വെള്ളം കുടിച്ചു. മിയനെ സെഗ്മെന്റ് ഫുൾ വെള്ളം തീർന്നിരിക്കണം. ഓക്കെ, ഹൈഡ്രേഷൻ മുഖ്യം. എനിക്ക് വേർത്ത് തുടങ്ങി. അങ്ങനെ പറയില്ലട്ടോ. കമന്റ് ബോക്സിലൊക്കെ ഈ ആങ്കർ എന്താണ് ആർട്ടിസ്റ്റിനെ വേർപ്പിച്ചു എന്നൊക്കെ പറയൂ. അപ്പൊ നമുക്കാണെങ്കിൽ ഒരു ടാസ്ക് ചെയ്യാം. മിയ ചേച്ചിനെ ഒന്ന് വിളിക്കാൻ പറ്റും? എടുക്കില്ല. എന്താ എടുക്കില്ല? വിളിച്ചാല് സീരിയസ്ലി ചേട്ടൻ ആണ്ട് എടുക്കാത്ത? അല്ലല്ല, അവൾ ഫോൺ എടുക്കില്ല. എന്താ പറയാൻ പോണേ ചേച്ചിനെ വിളിച്ചിട്ട്? എന്താ ഞാനിനി സീരിയലില്ല, എനിക്ക് സിനിമയിലോട്ട് ഒരു ഓഫർ വന്നിട്ടുണ്ട്. അതൊന്നും വിശ്വസിക്കൊന്നുമില്ല. സൂപ്പർ ഓഫർ വന്നിട്ടുണ്ട്. പിന്നെ ആദ്യം നിന്റെ അടുത്താ പറയണമെന്ന്. ഒന്നാമത് ഞാൻ അവർക്ക് അറിയാൻ വിളിക്കാറില്ല. ഫഹദ് ഫാസിൽ. ചേട്ടാ സ്പീക്കർ. ഹലോ, എവിടാണ്? അതെ ഞാനേ ഇപ്പൊ അതിട്ട് നിർത്തുകേട്ടാ. ചന്ദ്രകാന്ത നിർത്തുകയാണ്. എനിക്ക് നല്ലൊരു പുതിയൊരു മൂവി സെറ്റ് ആയിരുന്നു, പുതിയ പ്രോജക്റ്റ്. അപ്പൊ എന്താ പറയേണ്ടത്? ഇപ്പൊ പ്രൊഡ്യൂസർ വിളിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? പ്രൊഡ്യൂസർ വിളിച്ച് പറഞ്ഞാൽ മതിയോ സംഭവം? സീരിയസ്ലി? പിന്നെ എന്ത് കിട്ടണത്? ഇന്റർവ്യൂ ഞാനേ ഒരാൾക്ക് കൊടുക്കാം, അവര് പറയും. ഹലോ ഹലോ ഹലോ, മിയ അല്ലേ? അതെ. ഞാനാണെങ്കില് ഇപ്പോ സജീഷ് അഭിനയിക്കുന്ന പുതിയ മൂവിയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ആണ്. നീ ശരിക്കും പ്രൊഡക്ഷൻ കൺട്രോളറാ? ഹലോ, ഞാനിപ്പോ പുതിയതായിട്ട് നമ്മുടെ ഫഹദിക്കാടെ ഒരു പുതിയ മൂവി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം സജീഷ് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഫീമെയിൽ ലീഡിനെ കൂടെ വേണം. ശരിക്കും ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർ തന്നെയാ. എന്റെ പേര് മെഹർ. നമ്മുടെ മൂവിയുടെ പേര് മൈൽ സ്റ്റോൺ എന്നാണ്. അയ്യോ ശരിക്കും. അപ്പം സജീഷാണ് അപ്പം സജസ്റ്റ് ചെയ്തത്, മിയേനെ സജസ്റ്റ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു നല്ല കുട്ടിയാണ്, ജസ്റ്റ് ഒരു ചാൻസ് കൊടുത്തു നോക്ക് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓഡീഷൻ വെച്ചിട്ടുണ്ട്. വരാൻ പറ്റുമോ? അതെന്താ? അതെന്താ? ഇടയ്ക്ക് അവൈലബിലിറ്റി ഉള്ളപ്പോ മാത്രം വന്നാ മതി. അവൈലബിലിറ്റി ഉള്ളപ്പോ മാത്രം വന്നാ മതി. സൗണ്ടോ? ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലേ? അല്ലെങ്കിൽ ഇല്ല, ഇത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഞാൻ മാത്രമാണെന്ന് തോന്നുന്നുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർ ഫീമെയിൽ ഉള്ളൂ. മിയക്ക് വരാൻ താല്പര്യമുണ്ടോ? അല്ല, ഇപ്പം ചന്ദ്രകാന്തത്തിൽ അല്ലെങ്കിലും നന്ദയ്ക്കാണ് കൂടുതൽ റോൾ ഉള്ളത്. അപ്പം എന്റെ ഒരു ഒപ്പീനിയനില് എന്തുകൊണ്ടും വേറൊരു ഓപ്ഷൻ നോക്കണതാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നണത്. ഓപ്ഷൻ വേണ്ട. അത് ഫീമെയിൽ റോൾ എങ്ങനെയാ സജീഷ് അഭിനയിക്ക? ആണോ? എന്നാ നമ്മള് വേറെ നോക്കിക്കോളാം. ഹലോ, പ്രൊഡക്ഷൻ കൺട്രോളറാണ് മെഹർ. എനിക്ക് നല്ലൊരു അവസരമല്ല നീ കളഞ്ഞത്. കിട്ടിയ നല്ലൊരു അവസരമല്ല നീ കളഞ്ഞത്. നിനക്ക് എല്ലാരും സൗണ്ട് അറിയോ? ഒന്നുകൂടി കേട്ടു. ഹലോ ഇത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്നായിരുന്നു ചേച്ചി വിളിക്കുന്നേ. ഷാജി പാപ്പൻ ചാനൽ അറിയോ? അപ്പൊ എന്റെ മുമ്പില് സജീഷന്റെ
ഇത് വൈറലാവാൻ പോകുന്ന സാധനമാണ്. എനിക്കറിയാം ചേച്ചിയാണെങ്കിൽ ഇത് വൈറലാവും. അപ്പൊ അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് കളിച്ചതാന്ന് എനിക്കറിയാം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചേച്ചി ഒന്ന് പേഴ്സണലി ഒന്ന് വിളിക്കാം. ചുമ്മാതെ പറഞ്ഞതാണ്. അപ്പൊ ഓഫർ ഇട്ടേ വരുമോ? അതെ അതെ. ചേച്ചി ചേട്ടനാണെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്. ശരിക്കും ഇൻട്രോവേർട്ട് ആണോ? ഇൻട്രോവേർട്ട് അല്ലേ? ഞാൻ അവിടെ കൊടുക്കുന്ന ടാസ്ക് ഒന്നും ചെയ്യണില്ല. ഇൻട്രോവേർട്ട് അഭിനയിക്കണാണല്ലേ? ഞാൻ ചേട്ടന്റെ അടുത്ത് ചോദിച്ചപ്പോ റീൽസ് ഒക്കെ ചേച്ചി നിർബന്ധിച്ച് ചെയ്യിപ്പിക്കണം എന്നൊക്കെയാ പറഞ്ഞത്. ചേച്ചിയുടെ പേരും പറഞ്ഞു, പിങ്കി ചേച്ചിന്നും പറഞ്ഞു. ചെയ്യിപ്പിക്കും ആണോ? പക്ഷെ ഇൻട്രോവേർട്ട് അല്ലല്ലോ. പൊതുവേ വലിയ ഇഷ്ടമല്ല, കോമഡി റീൽസ് ചെയ്യാനാണ് ഇഷ്ടം. ഓക്കെ ചേച്ചി, ചേച്ചി എനിക്ക് സീരിയൽ കണ്ടപ്പോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിങ്കി, ചേച്ചിയുടെ ക്യാരക്ടർ പിങ്കി ആണല്ലോ. അതെ. ചേച്ചി പിങ്കി എന്തിനാ മറ്റുള്ളവരുടെ ഭർത്താവിനെ തട്ടിയെടുക്കണേ? ഞാൻ സ്നേഹിച്ച് ചെറുക്കനല്ലേ. അത് പറഞ്ഞ ഇപ്പൊ നന്ദയുടെ ഭർത്താവല്ലേ? അത് വെറുതെ എഗ്രിമെന്റ് അല്ലേ? എഗ്രിമെന്റ് അല്ലേ നടന്നത്? എഗ്രിമെന്റ് അല്ലേ എന്നൊക്കെ. ഓക്കെ ചേച്ചി, സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇവര് പറഞ്ഞു വിളിച്ചേട്ടോ, ഞാനായിട്ട് വിളിച്ചൊന്നല്ലേ കേട്ടാ. ഇവര് ഇങ്ങോട്ട് പറഞ്ഞ് മിയേനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇവരെന്നെ വിളിച്ചാണ്. ഓക്കെ സന്തോഷായി, ഹാപ്പി. ദാമോദരൻ ചേട്ടനൊക്കെ എന്ത് പറയണു? ദാമോദരൻ ദാമോദരൻ ചേട്ടൻ അറിയൂലേ? ദാമോദരൻ ഉണ്ണി മകൻ ഇടക്കൊച്ചി. അത് ഞാനാണ് ആ പേരിട്ടത്. പിന്നെ സീരിയസ്ലി പേരൊക്കെ ഡ്യൂഡിന്റെ ഫുൾ ഫോം വേണമെന്ന് പറഞ്ഞു. ഡ്യൂഡ്. അപ്പം വിനായകൻ ചേട്ടൻ പറഞ്ഞു ഇല്ല, ഡി നമ്മള് ഇതാക്കണ്ട, പൂർത്തീകരിക്കണ്ടേ. ദിവാകരനോ ദാമോദരൻ ഉണ്ണി മകൻ ഡിൽമിൻ ഇടക്കൊച്ചി എന്ന് പറയുമ്പോ എല്ലാവരും ദാമോദരൻ ഉണ്ണി മകൻ ദിവാകരൻ ഇടക്കൊച്ചി എന്ന് പറഞ്ഞാൽ ഡിൽമിൻ ഇടക്കൊച്ചി. അതെന്താ ശരിക്കുള്ള പേരാണോ? ഇല്ലല്ല, അപ്പം ഡ്യൂഡിന്റെ ഫുൾ ഫോം വേണമെന്ന് പറഞ്ഞു. അപ്പൊ വിനായകൻ ചേട്ടനാണ് ഐഡിയ പറഞ്ഞത്, ഒരു കാര്യം ചെയ്യാം, ഡ്യൂഡ് എന്ന് പറഞ്ഞിട്ട് അടിക്കുന്ന സീനേ ഉള്ളൂ. അപ്പം വിനായകൻ ചേട്ടൻ പറഞ്ഞ് അവന്റെ ഫുൾ ഫോം കൂടി പറഞ്ഞിട്ട് അടിക്കാന്ന്, അപ്പൊ ഒരു രസം ഉണ്ടാവുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു ദാമോദരൻ ഉണ്ണിമകൻ ഡെൽസൺ ഇടക്കൊച്ചി എന്ന് പറഞ്ഞു. ഡെൽസൺ പറഞ്ഞ ഡിൽമൺ ആക്കാന്ന് പറഞ്ഞിട്ട് വിനു ചേട്ടൻ പറഞ്ഞു ഡിൽമൺ ഇടക്കൊച്ചി. അങ്ങനെ ഇട്ട പേരാണ്. ഭയങ്കര ഒരു വേറൊരു ലുക്കാണല്ലോ. ലുക്ക് ക്ലീൻ ഷേവ് അടിച്ച് ലുക്ക് വേറെ അല്ല. ഇപ്പം സാധാരണ ചേട്ടന്റെ ഇപ്പം വേറെ സീരിയലൊക്കെ നോക്കുകയാണെങ്കിൽ അതിനകത്തൊക്കെ ഒരു എന്താ പറയുക, ഡ്രസ്സിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറുമ്പോഴായിരിക്കും, അറിയില്ല എന്താണ്. അതിനകത്തൊരു ഭയങ്കര ഒരു മോഡാണ് ഒരു ക്യാരക്ടർ അങ്ങനെയല്ലേ. ക്യാരക്ടർ ഇങ്ങനെ വൈറ്റ് പെയിന്റ് അടിച്ച് വരാൻ പറ്റില്ല. അതിന് വൈറ്റ് ഹെയർ ഒക്കെ അല്ലേ, അതിലാർക്കും മനസ്സിലായില്ല. മറ്റേ ഫസ്റ്റിൽ ആർക്കും മനസ്സിലായി തന്നെ. അമ്മ കണ്ടിട്ട് എന്നെ കുറെ നോക്കിട്ട് പറയാം മോനില്ലേ ഈ സിനിമയില്. അതാണ് ഞാൻ വൈറ്റ് ഹെയർ ഒക്കെ അടിച്ചിട്ട് ട്രൗസർ ഒക്കെ ഇട്ട് പോകുന്നത്. അതാണ് പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ച സീരിയലാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം. സീരിയലിലെ പ്രധാന കഥാപാത്രമായ ഗൗതത്തിനെ അവതരിപ്പിക്കുന്നത് സജീഷാണ്. ഗൗതം, പിങ്കി, അർജുൻ, നന്ദ തുടങ്ങിയവരൊക്കെയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. കഥ ഇപ്പോൾ മറ്റൊരു വഴിത്തിരിവിലൂടെ പോവുകയാണ്. മിയയും ഗൗതമായി അഭിനയിക്കുന്ന താരം, അതേസമയം പിങ്കി, അർജുൻ ഇവരെല്ലാവരും അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ്. ഈ സീരിയലിൽ അർജുൻ എന്ന കഥാപാത്രം മാറിയും തിരിഞ്ഞും പലപ്പോഴും വന്നുപോയിട്ടുണ്ട്. ആദ്യം പിങ്കിയുടെ ഭർത്താവായി വന്ന അർജുൻ പിന്നീട് മരണപ്പെടുകയും പിന്നീട് ഇരട്ടയായ ഒരു വേഷത്തിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം തന്നെ പലതവണ കഥ മാറ്റിയിട്ടുമുണ്ട്. ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിൽ നിന്നും പ്രധാന നടൻ അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞെട്ടലൊന്നും ഉണ്ടാകാത്ത ഒരു മിയയുടെ വീഡിയോ ആണ് വൈറലാകുന്നത്.